അൽഫോൻസ കോളേജിൻ്റെ ബർസാറും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയുമായിരുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ ഫാദർ ജോസഫ് പുൽവേലി അച്ഛൻ ഇന്ന് രാവിലെ 6:23 നിര്യാതനായി. 2005 അച്ഛന് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അധ്യാപകനായിട്ട് തൻ്റെ അധ്യാപന ജോലി ആരംഭിച്ചു. 2010 മുതൽ കോളേജിൻ്റെ ബർസാറായി സുദീർഘമാംവിധം സേവനമനുഷ്ഠിച്ചു. അച്ഛന് ന്യൂമോണിയ ബാധിച്ചാണ് മരണത്തിലേക്ക് നയിക്കപ്പെട്ടത്. അച്ഛനെപ്പറ്റി ഓർക്കുമ്പോൾ വല്ലാത്ത ഒരു ആത്മീയ ചിന്തകളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു വരിക. അച്ഛൻ അറിയപ്പെടുന്ന ഒരു ബൈബിൾ പ്രഘോഷകനായിരുന്നു. അച്ഛന് നമ്മുടെ രൂപതയിൽ സമീപ രൂപതകളിൽ പല ദേവാലയങ്ങളിലും വചന ശുശ്രൂഷ നടത്തിയിരുന്നു. ബൈബിളിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ദൈവസിദ്ധമായ ഒരു പ്രത്യേക കഴിവ് അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ ചില ബൈബിൾ വ്യാഖ്യാനങ്ങൾ കേൾക്കുന്നവർക്ക് വലിയ ഒരു ആത്മീയ അനുഭൂതിയിലേക്ക് നയിക്കുമായിരുന്നു. മാത്രമല്ല, ഞങ്ങൾ ഒരു ബാച്ചാണ്. 1984 ഒരുമിച്ച് സെമിനാരി പ്രവേശിച്ചു. 2005 ഒരുമിച്ച് ഈ കോളേജിൽ അധ്യാപന ജീവിതം ആരംഭിച്ചു. അണം മുറിയാത്ത വലിയ ഒരു സ്നേഹം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ഇവിടെ വിശേഷിപ്പിച്ചത് അച്ഛൻ എൻ്റെ ഹൃദയമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹൃദയം പറിച്ചെടുത്ത ഒരു വലിയ വേദനയുടെ അനുഭവത്തിലൂടെയാണ് കടന്നു പോവുക. അച്ഛനെ സംബന്ധിച്ച് ഈ കോളേജിൻ്റെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ്. അച്ഛന് വല്ലാത്ത ഒരു ചിന്തകൾ കോളേജിൻ്റെ വളർച്ചയെപ്പറ്റി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 18 വർഷമായി കോളേജിൻ്റെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി അച്ഛൻ അധ്വാനം ചെയ്തിട്ടുണ്ട്. 2 പുതിയ ബ്ലോക്കുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, PG ബ്ലോക്ക്, ബാസ്കറ്റ് ബോൾ ഇൻഡോർ സ്റ്റേഡിയം, വോളിബോൾ ഇൻഡോർ സ്റ്റേഡിയം, അങ്ങനെ എണ്ണിയാ തീരാത്ത വലിയ വലിയ സംഭാവനകൾ കോളേജിന് അച്ഛൻ കാഴ്ചവെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു അധ്യാപന നിലയിൽ അദ്ദേഹം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് വിദ്യാർത്ഥിനികളെ നയിച്ച വ്യക്തിയാണ്. വളരെ വലിയ, ഒരുപക്ഷെ ഞാൻ പറയും, ഈ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും വലിയ ഒരു ബുദ്ധിമാനായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ്. അപാരമായ ഒരു വൈജ്ഞാനിക മികവും നിറവും അച്ഛനിൽ കണ്ടെത്തിയിരുന്നു. അച്ഛൻ്റെ ക്ലാസ്സുകളൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു എന്ന് മാത്രമല്ല, അത് അവരെ ആഴമേറിയ റിസർച്ചിലേക്ക് നയിക്കുന്നു എന്നതും നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. അച്ഛൻ്റെ പ്രവർത്തന മികവിൻ്റെ ഫലമായിട്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് PG ഡിപ്പാർട്ട്മെൻറ്റായി ഉയർത്തപ്പെട്ടു. അതിൻ്റെ വലിയ പുറകിൽ അച്ഛൻ വല്ലാത്ത ഒരു അധ്വാനം ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ വരുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ, തനതായ രീതിയിൽ അത് പരിഹരിക്കാൻ അച്ഛനുണ്ടായിരുന്ന ഒരു വലിയ ആർജവത്വം, ഒരു കഴിവ് പ്രശംസനീയമാണ്. മാത്രമല്ല, അച്ഛന് ആത്മീയമായിട്ട് വലിയ ഒരു ശക്തി സ്രോതസ്സായിരുന്നു. ഈ കോളേജിൽ കഴിഞ്ഞ ജൂൺ മാസം മുതൽ എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് കുർബാനയുണ്ടായിരുന്നു. എനിക്ക് പറ്റാത്ത ദിവസങ്ങളിലൊക്കെ അച്ഛനാണ് ബലി അർപ്പിക്കുക. അച്ഛന് ആ കാര്യത്തിൽ വല്ലാത്ത ഒരു നിഷ്കർഷ അച്ഛൻ പങ്കുവയ്ക്കുമായിരുന്നു. അച്ഛൻ പറഞ്ഞു, നമ്മുടെ കോളേജിൽ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു കാര്യം നമ്മൾ ആ ബലി ആരംഭിച്ചു. അപ്പോൾ കുർബാനയോട് വല്ലാത്ത ഒരടുപ്പം അത് ജീവിതത്തിൽ
എപ്പോഴും കാത്തു സൂക്ഷിച്ച വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛന് മറ്റൊരു വലിയ എടുത്തു പറയേണ്ട ഒരു സവിശേഷത, കുട്ടികളുമായിട്ട് വലിയ ഒരു അടുപ്പമുണ്ടായിരുന്നു. കുട്ടികൾ വലിയ വലിയ ആദരവോടെയാണ് അച്ഛനെ കണക്കാക്കിയിരുന്നത്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെല്ലും. അച്ഛൻ അതിന് ദൈവികമായ ഉത്തരം കൊടുക്കാൻ, അവരെ നന്മയിലൂടെ നയിക്കാൻ അച്ഛന് വലിയ ഒരു പാഠമുണ്ടായി. മാത്രമല്ല, ബുദ്ധിമുട്ടുന്നവർ, വേദനിക്കുന്നവരെ കണ്ടെത്താൻ, അവരെ സഹായിക്കാൻ വളരെ കരുണാർദ്രമായ ഒരു ഹൃദയം അച്ഛനുണ്ടായിരുന്നുവെന്ന് എല്ലാവരും ഉച്ചസ്വരത്തിൽ പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളിൽ അച്ഛൻ വലിയ ഒരു മികവ് കാണിച്ചിരുന്നു. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ജീവിത ശൈലി അച്ഛന് എപ്പോഴും ഉണ്ടായിരുന്നു. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ മരണം ഞങ്ങൾക്ക് വല്ലാത്തൊരു നഷ്ടമാണ്. കോളേജിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളിലെ ജനറൽ കൺവീനറായിരുന്നു. മാത്രമല്ല, ഈ കോളേജിന് വല്ലാത്ത ഒരു നഷ്ടം ഞാൻ ശ്രദ്ധിച്ചു. അച്ഛൻ്റെ വേർപാട് അറിഞ്ഞ നിമിഷം മുതൽ ഇവിടെ വല്ലാത്ത ഒരു വേദന തളം കെട്ടി നിൽക്കുന്നതായി. ടീച്ചേഴ്സിന് ക്ലാസ്സുകളിൽ പോകുന്നു, പക്ഷെ അവർക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത കുട്ടികൾക്കും അതുപോലെ തന്നെ. അങ്ങനെ അത് അച്ഛൻ്റെ ഒരു വലിയ ആത്മീയ സാന്നിധ്യമായിട്ട് കണക്കാക്കുന്നു. അച്ഛൻ്റെ ഒരു വലിയ ദൈവികമായ സാന്നിധ്യമായിട്ട് അതിനെ കണക്കാക്കുകയാണ്. അച്ഛനെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അച്ഛന് ഈ ജനറൽ നോളജ്, ഈ കാര്യങ്ങളിൽ അച്ഛനെപ്പോലെ അറിവുള്ളവർ ഏത് വിഷയം ചോദിച്ചാലും അതിന് ശരിയായ ഉത്തരം കൊടുക്കാൻ അതുപോലെ കഴിയുന്ന വ്യക്തികൾ ഇന്ന് ഉണ്ടോ എന്നുള്ളത് പോലും നമുക്ക് സംശയമാണ്. വളരെ പരന്ന വായന, ഏത് വിഷയങ്ങളിലും ആഴമുള്ള അവഗാഹം, അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ വളരെ അനർഹള നിർഹളമായി തൻ്റെ ആശയങ്ങൾ ജനസമൂഹത്തിന് പങ്കുവയ്ക്കാനുള്ള ഒരു വലിയ കഴിവ് അച്ഛനുണ്ടായിരുന്നു എന്നുള്ളതും വളരെ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം വേദനയോടുകൂടെ ഈ കോളേജിൻ്റെ വെളിച്ചമായിരുന്ന അച്ഛൻ, അൽഫോൻസ കോളേജിൻ്റെ ആപ്തവാക്യം ലൈറ്റർ ഫോർ ലൈഫ്, ജീവിതത്തിനായി കത്തിച്ചു വെച്ച വിളക്ക്. അതുപോലെ ഞങ്ങളുടെ എല്ലാ ഒരു പ്രകാശ ഗോപുര ഒരു വിളക്ക് മാടമായിരുന്നു അച്ഛൻ. അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥിനികൾക്കൊക്കെ പ്രകാശം തന്നൊരു വ്യക്തിയാണ്. അച്ഛൻ്റെ വേർപാട് വളരെ ദുഃഖത്തോടെ ഓർക്കുന്നു. അച്ഛൻ്റെ പ്രിയപ്പെട്ടവർക്ക് അവരോടുള്ള പ്രത്യേകമായ അനുശോചനം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അവരെ ഓർക്കുന്നു. ഈ കോളേജിനും ഇവിടെയുള്ളവർക്കും അച്ഛൻ ചെയ്ത എല്ലാ നിസ്തുലമായ എല്ലാ സേവനങ്ങളും നന്ദിയോടെ ഓർക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അച്ഛൻ്റെ ആത്മാവിൻ്റെ കൂടി ഉണ്ടായി. ഞങ്ങൾക്ക് ഉറപ്പാണ് അച്ഛൻ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരുന്ന് കൂടുതൽ കോളേജിനെ ആത്മീയമായി സ്വർഗീയ നന്മകളെ അലങ്കരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാവരുടെയും പേരിൽ ഞാൻ ആഴമായ അനുശോചനം, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നുള്ള അനുശോചനം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു നഷ്ടമാണ്. എൻ്റെ ഏറ്റവും സുഹൃത്ത്, ഞങ്ങളൊരേ പ്രായം, ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് ഒത്തിരി നാൾ. അപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഒരിക്കൽ പോലും ഞങ്ങൾ തമ്മിൽ 35 വർഷത്തെ ഈ പരിചയത്തിൽ ഒരിക്കൽ പോലും ഞങ്ങൾ തമ്മിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അതെൻ്റെ മെച്ചമല്ല, അത് അച്ഛൻ്റെ മികവായിട്ടാണ് ഞാൻ കണക്കാക്കുക. അതുപോലെ മനസ്സിലാക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാനുള്ള ഒരു വലിയൊരു പരാർത്ഥത അച്ഛനുണ്ടായിരുന്നു. അതൊരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുന്നു. അച്ഛന് നിത്യശാന്തി പ്രത്യേകമായിട്ട് നേരുന്നു. നമുക്ക് അച്ഛന് വേണ്ടി, അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി, അച്ഛൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അൽഫോൻസാമയുടെ കോളേജാണ്. അൽഫോൻസാമയുടെ പ്രത്യേകമായ മധ്യസ്ഥം അച്ഛനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.